ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കൂടിക്കാഴ്ച ഇന്ന്. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യ ബന്ധം ശക്തമായി തുടരുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന BLOമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിന് നിർദ്ദേശങ്ങൾ പുറത്തിറക്കി സുപ്രീം കോടതി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം. പ്രചാരണത്തിൽ സജീവമായി സ്ഥാനാർത്ഥികൾ. പാസ്പോർട്ട് വെരിഫിക്കേഷൻ റെക്കോർഡുകൾ ഡിജി ലോക്കർ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കി കേന്ദ്ര സർക്കാർ. ആരോഗ്യമുള്ള നഗരങ്ങൾക്കായി ആരോഗ്യമുള്ള മണ്ണ് എന്ന സന്ദേശവുമായി ഇന്ന് ലോക മണ്ണ് ദിനം. വാർത്തകൾ വിശദമായി. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്നലെ ന്യൂഡൽഹിയിലെത്തി. വിശദാംശങ്ങളിലേക്ക്. ഡൽഹി വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയാണ് റഷ്യൻ പ്രസിഡന്റിനെ ഇന്നലെ സ്വീകരിച്ചത്. അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രി സ്വീകരിക്കാനെത്തിയതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് റഷ്യൻ വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു. ഇന്ത്യ റഷ്യ സൌഹൃദത്തിന്റെ അടയാളമാണിതെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ റഷ്യൻ പ്രസിഡന്റിന് ആചാരപരമായ സ്വീകരണം നൽകും. തുടർന്ന് രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി റഷ്യൻ പ്രസിഡന്റ് ഇന്ന് ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തും. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഒരുക്കുന്ന അത്താഴ വിരുന്നിലും വ്ളാഡിമിർ പുടിൻ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഇന്ത്യ റഷ്യ സഹകരണം ഒരു രാജ്യത്തിനും എതിരല്ലെന്നും ഇരു രാജ്യങ്ങളുടെയും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കുക മാത്രമാണ് ലക്ഷ്യമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഊർജ്ജ മേഖലയിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ബന്ധം തടസ്സപ്പെടുത്താൻ ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി ഒരു TV ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പുടിൻ വ്യക്തമാക്കി. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യ ബന്ധം ശക്തമായി തുടരുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ 22ാമത് ഇന്ത്യ റഷ്യ സൈനിക സാങ്കേതിക സഹകരണ മന്ത്രിതല യോഗത്തിൽ സഹ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. हम पिछले महीने मॉस्को में हुए इंडिया रशिया वर्किंग ग्रुप ऑन ट्रेड एंड इकोनॉमिक कोऑपरेशन की 26th मीटिंग के सफल आयोजन का स्वागत करते हैं और हम रशिया लेड यूरेशियन इकोनॉमिक यूनियन के साथ फ्री ट्रेड एग्रीमेंट के लिए बातचीत शुरू होने का भी स्वागत करते हैं और यह लीडर्स समिट दोनों देशों के बीच स्पेशल और प्रिविलेज पार्टनरशिप को और मजबूत करेगी, ऐसा मेरा विश्वास है. റഷ്യയുടെ നേതൃത്വത്തിലുള്ള യൂറേഷ്യൻ സാമ്പത്തിക യൂണിയനുമായി സ്വതന്ത്ര വ്യാപാര കരാറിനുള്ള ചർച്ചകളെ ഇന്ത്യ സ്വാഗതം ചെയ്യുന്നതായും രാജ്യരക്ഷാമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ അനിശ്ചിതത്വം തുടരുമ്പോഴും അചഞ്ചലമായ ഐക്യദാർഢ്യത്തിന്റെ തെളിവായി ഇന്ത്യ റഷ്യ ബന്ധം നിലകൊള്ളുന്നുവെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ റഷ്യ വ്യവസായ ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വ്യാപാര വളർച്ചയ്ക്കും സാമ്പത്തിക സഹകരണത്തിനും ലോകരാജ്യങ്ങൾക്ക് വിശ്വസ്തമായ പങ്കാളിയാണ് ഇന്ത്യയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇൻഡിഗോയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ അവലോകന യോഗം ചേർന്നു. വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു സന്നിഹിതനായിരുന്നു. കഴിഞ്ഞ മാസം മുതൽ നിരവധി ഇൻഡിഗോ സർവീസുകൾ തടസ്സപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു യോഗം. പ്രതിദിനം 170 മുതൽ 200 സർവീസുകൾ വരെ റദ്ദാക്കിയിരുന്നു. തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനും ക്രൂ റിക്രൂട്ട്മെന്റ്, പരിശീലനം, സുരക്ഷാ ആസൂത്രണം എന്നിവയ്ക്കുമായി വിശദമായ മാർഗരേഖ തയ്യാറാക്കാൻ വ്യോമയാന മന്ത്രി നിർദ്ദേശം നൽകി. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് നയം പ്രഖ്യാപിക്കുന്നത്. RBIയുടെ ധനനയ സമിതി ഇത് സംബന്ധിച്ച ചർച്ചകൾ ബുധനാഴ്ച മുംബൈയിൽ ആരംഭിച്ചിരുന്നു. പാസ്പോർട്ട് വെരിഫിക്കേഷൻ റെക്കോർഡുകൾ ഇനി മുതൽ ഡിജി ലോക്കർ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകും. പേപ്പർ രഹിത സേവനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് വാർത്താവിനിമയ മന്ത്രാലയമാണ് ഈ സൌകര്യമൊരുക്കിയത്. രേഖകൾ സുരക്ഷിതമായി സൂക്ഷിക്കാനും വിശദമായി പരിശോധിക്കാനും ഇത് പൌരന്മാരെ സഹായിക്കുന്നു. ഡിജി ലോക്കറിന്റെ ഇഷ്യൂഡ് ഡോക്യുമെന്റ് വിഭാഗത്തിലാകും പാസ്പോർട്ട് വെരിഫിക്കേഷൻ റെക്കോർഡുകൾ ലഭ്യമാവുക. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഗുജറാത്തിലെത്തും. അഹമ്മദാബാദിലെ മേംനഗറിൽ സ്വദേശി ജാഗരൺ മഞ്ച് സംഘടിപ്പിക്കുന്ന സ്വദേശോത്സവ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ നടക്കുന്ന നബാർഡിന്റെ ഭൌമ ഉച്ചകോടിയുടെ സമാപന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും.
അനധികൃതമായി ആയുധങ്ങൾ കൈവശം വെച്ചതിനും ആയുധക്കടത്ത് നടത്തിയതിനും 4 പേരെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. 3 സംസ്ഥാനങ്ങളിലായി NIA-യുടെ 22 സംഘങ്ങൾ നടത്തിയ വ്യാപക തെരച്ചിലിലാണ് ഇവർ പിടിയിലായത്. ബീഹാറിലെ നളന്ദ, ഷെയ്ഖ്പുര, പട്ന, ഉത്തർപ്രദേശിലെ 13 ഇടങ്ങൾ, ഹരിയാനയിലെ കുരുക്ഷേത്ര ജില്ലയിലെ 2 പ്രദേശങ്ങൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. 1 കോടിയിലധികം രൂപയും ഡിജിറ്റൽ ഉപകരണങ്ങളും കണ്ടെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിന് നിർദ്ദേശങ്ങൾ പുറത്തിറക്കി സുപ്രീംകോടതി. ജോലി സമ്മർദ്ദം കാരണം ചില BLOമാർ മരിക്കാനിടയായ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ജോലിഭാരം കുറയ്ക്കാൻ അധിക ജീവനക്കാരെ നിയോഗിക്കണമെന്ന് സുപ്രീംകോടതി സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകി. അതേസമയം രാജ്യത്ത് SIR 2ാം ഘട്ടത്തിന്റെ ഭാഗമായി ഇതുവരെ വിതരണം ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 50,97,00,000 കവിഞ്ഞതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 2ാം ഘട്ടത്തിൽ ഉൾപ്പെട്ട 51 കോടി സമ്മതിദായകരുടെ 99.83%. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്നലെ വൈകിട്ട് 6 മണിവരെ ഡിജിറ്റൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 2,61,50,50,000 അടുക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 93.91%. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. പരസ്യ പ്രചാരണത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സ്ഥാനാർത്ഥി പര്യടനങ്ങളും സജീവമാണ്. ആദ്യഘട്ട വോട്ടെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. 2ാം ഘട്ടം ഈ മാസം 11 നടക്കും. 13 വോട്ടെണ്ണൽ. തെരഞ്ഞെടുപ്പ് ജോലിക്കായി നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരുടെ നിയമന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് അന്തിമ റാൻഡമൈസേഷൻ പൂർത്തിയായി. വിദേശത്തുള്ള ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും കേന്ദ്ര സർക്കാർ വലിയ മുൻഗണന നൽകുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. അമേരിക്കയിൽ നിന്ന് ഇന്ത്യൻ പൌരന്മാരെ നാടുകടത്തുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നുവരികയാണ്. അനധികൃത കുടിയേറ്റം നടത്തുന്ന ഇടനിലക്കാരെയും സഹായികളെയും കണ്ടെത്താനും അവർക്കെതിരെ നടപടിയെടുക്കാനുമുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുകയാണെന്നും ശ്രീ ജയശങ്കർ ഇന്നലെ രാജ്യസഭയെ അറിയിച്ചു. We have tried to get the American system to understand that minor offenses should not be a reason for such action. However, the issuance of visa is a sovereign right of a government. In the case of the United States, the US government has taken a view that every visa adjudication is a national security decision. ശീതകാല സമ്മേളനത്തിന്റെ 4ാം ദിവസമായ ഇന്നലെ സെൻട്രൽ എക്സൈസ് ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. വിവിധ പുകയില ഉൽപ്പന്നങ്ങളുടെ എക്സൈസ് തീരുവയും സെസ്സും വർദ്ധിപ്പിക്കാൻ വ്യവസ്ഥ ചെയ്യുന്നതാണ് ബില്ല്. ആരോഗ്യ സുരക്ഷാ ദേശീയ സുരക്ഷാ സെസ് ബിൽ 2025 കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഇന്ന് ലോക മണ്ണ് ദിനം. ആവാസ വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ, ഭക്ഷ്യസുരക്ഷ എന്നിവയിൽ മണ്ണ് വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് ആഗോള അവബോധം വളർത്തുന്നതിനായാണ് മണ്ണ് ദിനം ലക്ഷ്യമിടുന്നത്. നഗരങ്ങളിൽ മണ്ണ് സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യം സൂചിപ്പിച്ച് ആരോഗ്യമുള്ള നഗരങ്ങൾക്കായി ആരോഗ്യമുള്ള മണ്ണ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ദ്വിത ചുഴലിക്കാറ്റ് നാശം വിതച്ച ശ്രീലങ്കയ്ക്ക് സഹായം തുടർന്ന് ഇന്ത്യ. ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായി 65 ടണ്ണുള്ള ബെയിലി പാലം വ്യോമസേന കൊളംബോയിലെത്തിച്ചു. MI-17 V5 ഹെലികോപ്റ്ററുകൾ 6 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ ദുരിതബാധിതർക്കെത്തിച്ചതായി പ്രതിരോധ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഗോവയിൽ നടക്കുന്ന AIFF സൂപ്പർ കപ്പിന്റെ ഫൈനലിൽ ഈസ്റ്റ് ബംഗാൾ FC ഗോവയെ നേരിടും. ആദ്യ സെമിയിൽ ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് FCയെ 1-3 ഗോളിന് പരാജയപ്പെടുത്തി. മുംബൈ സിറ്റി FCയെ 2-1 പരാജയപ്പെടുത്തിയാണ് FC ഗോവ ഫൈനലിൽ സ്ഥാനമുറപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കൂടിക്കാഴ്ച ഇന്ന്. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യ ബന്ധം ശക്തമായി തുടരുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന BLOമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിന് നിർദ്ദേശങ്ങൾ പുറത്തിറക്കി സുപ്രീംകോടതി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് ദിവസങ്ങൾ മാത്രം. പ്രചാരണത്തിൽ സജീവമായി സ്ഥാനാർത്ഥികൾ. പാസ്പോർട്ട് വെരിഫിക്കേഷൻ റെക്കോർഡുകൾ ഡിജി ലോക്കർ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കി കേന്ദ്ര സർക്കാർ. ആരോഗ്യമുള്ള നഗരങ്ങൾക്കായി ആരോഗ്യമുള്ള മണ്ണ് എന്ന സന്ദേശവുമായി ഇന്ന് ലോക മണ്ണ് ദിനം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.